എന്തായാലും എന്നെ ഇല്ലാതാക്കാൻ രണ്ടും കൂടി കച്ചവട്ടി വന്നതല്ലേ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോയാ മതി. എന്റെ പൊന്നു മോളെ, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. വെറുതെ ഒരു കാര്യമില്ലാതെ എന്റെ മോളെ എന്തിനാ ഉപദ്രവിക്കുന്നേ? എത്ര ദിവസം നീ അവളെ പൂട്ടിയിട്ടു? ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലമ്മേ. ഇവർക്ക് മനുഷ്യരെ മനസ്സിലാകില്ല. അവർ അനുഭവിക്കുന്ന സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും മനസ്സിലാകില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി ആരോടും എന്ത് ദ്രോഹം വേണമെങ്കിലും ചെയ്യും. ആ സന്ദീപ് എന്നെ ഇത്രയേറെ ദ്രോഹിച്ചപ്പോ നിങ്ങൾ കണ്ടു രസിക്കായിരുന്നല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ആരുടെയോ വക്കാലത്തുമായിട്ട് ഇവിടെ കയറി വന്ന് എന്റെ രഹസ്യങ്ങൾ തോണ്ടിയെടുക്കാന്ന് അമ്മയും മോളും അങ്ങ് വിചാരിച്ചല്ലേ? ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചാലും ഇവിടുത്തെ ക്യാമറ കണ്ണുകളെ വെട്ടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എന്റെ പൊന്നു മോളെ, നീ ഞങ്ങളോട് ക്ഷമിക്ക്. ഓ, മോള് ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോളാം. ഇനി എന്റെ മോളെ ഉപദ്രവിക്കരുത്. അമ്മായി മോളുടെ കാല് പിടിക്കാം. മിണ്ടി പോരുത്. എന്നെ കൊടുക്കാൻ മറ്റാരുടെ കയ്യിൽ നിന്നോ പണം വാങ്ങിയിട്ടാ നിങ്ങൾ ഇവിടെ വന്നേന്ന് എനിക്ക് മനസ്സിലായി. ഇനി നിങ്ങളെ ഇവിടുന്ന് പുറത്തു വിട്ടാ എനിക്ക് അപകടമാ. മര്യാദക്കകത്തേക്ക് കയറ്. നടക്കാനല്ലേ പറഞ്ഞേ? മൂർത്തി, ഇങ്ങോട്ട് വാടി. നടക്കിങ്ങോട്ട്. അയ്യോ, നടക്ക. രണ്ടെണ്ണോ ഇനി ഈ വീട്ടിൽ തടങ്കല്ലായിരിക്കും. ഈ വീട് വിട്ട് പുറത്തെങ്ങാനും പോവാൻ രണ്ടിനും അനുവാദം ഉണ്ടായിരിക്കില്ല. ഇങ്ങോട്ട് നടക്കടി. വാ ഇങ്ങോട്ട്. രണ്ടെണ്ണോ ഇതിനകത്ത് കിടന്നോണം. ഇനി നിങ്ങൾ പുറം ലോകം കാണണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കും. അമ്മേ, അമ്മ വല്ലതും കഴിച്ചായിരുന്നോ? ഡോക്ടർ വന്നായിരുന്നോ അമ്മേ? അമ്മ എന്താന്ന് സംസാരിക്കാത്തെ? അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സച്ചി, ഒന്ന് വന്നേ. സച്ചി, നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാലോ? കാര്യങ്ങൾ ഒന്നുകൂടി സംസാരിക്കാം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം.